നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 56. ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു. ബന്ധുക്കളെല്ലാം വിട പറഞ്ഞു. അന്ന് രാത്രി ജയ് തിരിച്ചറിഞ്ഞത് തനിക്ക് വീട്ടിൽ നിന്ന് വെറുപ്പും സ്നേഹവും ഒരുപോലെ കിട്ടുമെന്ന യാഥാർത്ഥ്യം കൂടിയാണ്. എന്നാൽ അന്നത്തെ ആ രാത്രി ഒന്നുറങ്ങാൻ മീനുവിന് സാധിച്ചില്ല. മകൾ തന്നോട് കാണിക്കുന്ന അവഗണനകൾ മീനുവിന് താങ്ങാൻ പറ്റാത്ത വേദനയാണ് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി താൻ ഒരു പരാജയപ്പെട്ട അമ്മയാണെന്നുള്ള സത്യത്തിന് മുന്നിൽ ഉറക്കം മീനുവിന് നഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. ഒരു സമാധാനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് പോവാം എന്ന് മീനു മനസ്സിൽ കരുതി. അങ്ങനെ പെട്ടെന്ന് തന്നെ മീനു അമ്പലത്തിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായി. എല്ലാം റെഡിയായി താഴെയെത്തി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മീനു മനസ്സിലാക്കുന്നത് കാർ സ്റ്റാർട്ടാവുന്നില്ലെന്ന്. എന്തോ ഒരു ചെറിയ പ്രോബ്ലം, എന്താണെന്നറിയില്ല. എന്തായാലും കാറിൽ നിന്നിറങ്ങി മീനു അമ്മയുടെ വണ്ടി നോക്കി. പക്ഷേ അമ്മയുടെ വണ്ടി അവിടെ എങ്ങാനും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മീനു അകത്തേക്ക് കയറി അമ്മയെ അന്വേഷിച്ചു. മീനു ആദ്യം ചെന്നത് കിച്ചണിലായിരുന്നു. എപ്പോഴും അടുക്കളയിലായിരിക്കും കൂടുതലും സമയം അമ്മ. വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടെങ്കിലും ഭക്ഷണത്തിനെല്ലാം അമ്മയുടെ കയ്യെത്തണം, കണ്ണെത്തണം എന്ന് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ച് രാവിലത്തെ ചായ അത് അമ്മ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ സമയം അമ്മ അടുക്കളയിലായിരിക്കുമെന്ന് മീനു കരുതി. പക്ഷെ അടുക്കളയിൽ എവിടെയും അമ്മയെ കാണാൻ സാധിച്ചില്ല. രാത്രിയിലെ ഫംഗ്ഷൻ കാരണം ഉറങ്ങിപ്പോയതാവും എന്ന് കരുതി. എന്തായാലും വണ്ടിയുടെ കീ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് മീനു അമ്മയുടെ മുറിയിലെത്തി. മുറിയിലെത്തിയ മീനു കണ്ട കാഴ്ച മീനുവിനെ ശരിക്കും ഞെട്ടിച്ചു. അമ്മ നന്നായി ഒരുങ്ങുകയാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അമ്മ ഉടുത്തിരിക്കുന്നത് ഒരു പുതിയ സാരിയാണെന്ന് കണ്ടപ്പോൾ തന്നെ മീനുവിന് മനസ്സിലായി. ഇതിനു മുമ്പ് അമ്മ അങ്ങനെയൊരു സാരി ഉടുത്ത് കണ്ടിട്ടില്ല. അമ്മ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും പൊട്ടുകൾ മാറി മാറി വെച്ച് നോൽക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ മീനുവിന് ചിരി വന്നു. ഇന്നലത്തെ ബർത്ത്ഡേ ആഘോഷം അമ്മയുടെ തലയിൽ ശരിക്കും കയറിയിട്ടുണ്ട് എന്നവൾക്ക് തോന്നി. ചിരിച്ചുകൊണ്ട് തന്നെ അവൾ അമ്മയുടെ അടുത്തേക്കെത്തി. ഹലോ, ഗുഡ് മോർണിംഗ്, മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, അമ്മ തിരിച്ചും വിഷ് ചെയ്തു. അല്ല, എന്തായി പരിപാടി രാവിലെ തന്നെ? ഒന്നുമില്ല. അല്ല, രാവിലെ തന്നെ കണ്ണാടിയുടെ മുന്നിൽ എന്തായി കാണിക്കുന്നേ? ഓ, ഞാനൊന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നതാ. അമ്പലത്തിൽ പോകാൻ ഇത്രയും ഒരുക്കോ? അതെന്താ, എനിക്ക് ഒരുങ്ങിക്കൂടെ? അമ്മ അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അല്ല, ഒരുങ്ങിക്കൂടാന്നല്ല, അമ്പലത്തിൽ പോകാൻ പട്ടുസാരിയൊക്കെ ഉടുത്ത് പോകുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്താ പട്ടുസാരിയൊക്കെ ഉടുത്ത് അമ്പലത്തിൽ? ആ, എനിക്കിഷ്ടമുള്ളതിട്ട് ഞാൻ അമ്പലത്തിൽ പോവും, അതിനിപ്പോൾ എന്താ കുഴപ്പം? ആ, ആയിക്കോട്ടെ. പുതിയ സാരിയാണല്ലോ, ഇതിനു മുമ്പ് ഉടുത്ത് കണ്ടിട്ടില്ല. ഓ, എൻ്റെ മോൾക്ക് ഞാൻ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് ഉടുക്കുന്നതെന്ന് നല്ല ബോധമുണ്ടായിരുന്നോ? അയ്യോ, ഒന്നും പറഞ്ഞില്ല, തിരിച്ചെടുത്തു. അതങ്ങനെയാ, ഇന്ന് പുതിയ സാരിയാ. ഇത് ഉടുത്തത് പിന്നെ ഇതിൻ്റെ സൗന്ദര്യം കാരണം എനിക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല. ശരി ശരി. എങ്ങനെയുണ്ട്, എനിക്ക് നന്നായി പിടിച്ചിട്ടില്ലേ? അമ്മ മീനുവിനോടായി ചോദിച്ചു. നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, അല്പം സൗന്ദര്യം കൂടിയതുപോലെയുണ്ട്. പിന്നെ ഇന്നലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയതല്ലേ, ആ സൗന്ദര്യം കാണാതിരിക്കില്ലല്ലോ. ഓ, ഇന്നലെ ഒരു ദിവസം ബ്യൂട്ടി പാർലറിൽ പോയ സൗന്ദര്യമൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ സുന്ദരിയാ. പിന്നെ മനസ്സറിഞ്ഞ ഒരാൾക്കാർ തന്ന ഗിഫ്റ്റൊക്കെ എടുത്താൽ അതിനേക്കാളും സൗന്ദര്യം കൂടും. എൻ്റെ മനസ്സറിഞ്ഞ ഒരാൾ തന്ന ഗിഫ്റ്റാ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓ, ഇന്നലെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണല്ലേ?
അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതാണ്. എന്നാലും മനസ്സറിഞ്ഞ് തന്ന ആളാരാ? ആ, അങ്ങനെയും ചിലരൊക്കെ എനിക്ക് വേണ്ടി ഇപ്പോൾ ഈ ലോകത്തുണ്ട്. ഉം, അതാരാ? വയസ്സാം കാലത്ത് വല്ല പ്രേമമാണോ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടോ നിന്റെ പല്ല് രണ്ട് തുപ്പിയിടും ഞാൻ. ആ, അയ്യോ, അങ്ങനല്ല അമ്മേ. പിന്നെ ഈ മനസ്സറിഞ്ഞ് തന്നതെന്ന് ആരാ ഉദ്ദേശിച്ചേ? മീനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "ഉം, അതെ, എനിക്കൊരു മോനുണ്ട്. അവനെനിക്ക് മനസ്സറിഞ്ഞ് തന്നതാ ഈ സാരി." ഓ, മക്കൾ തന്നതിനാണോ ഇത്രയും ഡെവലപ്മെൻറ്റ്സ്? ആരാണാവോ അമ്മയുടെ മനസ്സറിഞ്ഞ് തന്ന ഈ മകൻ? ആ, എന്തായാലും എൻ്റെ വയറ്റിൽ പറ്റ ഞാൻ പ്രസവിച്ച ആരുമല്ല, പോരെ? ആ, പിന്നാരാ അമ്മയുടെ മകൻ? ആ, ഇപ്പം എനിക്ക് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അമ്മ വീണ്ടും അഭിമാനത്തോടെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ കൂടുതലായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പോഴെങ്ങാനും അമ്പലത്തിലേക്ക് ഇറങ്ങുമോ എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആ, അവൻ വരുന്നുണ്ട്. അവൻ വന്നാൽ ഉടനെ തന്നെ ഇറങ്ങും. ഓ, സാരി തന്ന ആൾ തന്നെയാണോ കൂട്ടാൻ വരുന്നത്? അതെ. അപ്പം അമ്മയുടെ വണ്ടി എവിടെ പോയി? അവൻ കൊണ്ടുപോയി. ആ, ഓ, അങ്ങനെ. അല്ല, ഈ മനസ്സറിഞ്ഞ് തന്ന ആളാരാണെന്നൊന്ന് പറയാവോ? ആ, ചില ആൾക്കാർക്ക് നമ്മളായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമൊന്നും ആവശ്യമില്ല. കുറച്ച് നാൾ കൊണ്ട് തന്നെ അവർ നമ്മുടെ മനസ്സ് മനസ്സിലാക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ ചിലർ തിരിച്ചറിയും. അവർ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ വൈകിയായിരിക്കും വരുന്നത്. അതുവരെ നമ്മൾ അനുഭവിച്ച വേദനകളും ഒക്കെ ഇല്ലാതാക്കാൻ അവരുടെ ആ ഒരു വരവ് കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരാളാണ് അമ്മ. അല്പം ഇമോഷണലായെന്ന് മീനുവിന് തോന്നി. നീ ഈ സാരി നോക്കിയേ. നിൻ്റെ അച്ഛൻ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് അവസാനമായിട്ട് വാങ്ങിത്തന്ന സാരിയുടെ അതേ കളർ, അതേ ഡിസൈൻ. ഈ സാരി ഇന്നലെ രാത്രി കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടി കേട്ടോ. കാരണം എൻ്റെ മനസ്സറിഞ്ഞ് ഒരാൾ വാങ്ങിയതുപോലെ. ഈ സാരി കണ്ടപ്പോൾ ശരിക്കും ഞാൻ നിൻ്റെ അച്ഛനെ ഓർത്തു. അദ്ദേഹം എനിക്ക് അവസാനമായിട്ട് വാങ്ങിത്തന്ന സാരിക്ക് ഇതേ കളറും ഇതേ ഡിസൈനും ആയിരുന്നു. അമ്മയുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അച്ഛനെക്കുറിച്ച് എന്തു പറയുമ്പോഴും അമ്മയുടെ കണ്ണുകൾ നിറയും. മീനുവിന് ആ സാഹചര്യം എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിഞ്ഞില്ല. എങ്കിലും അവൾ പെട്ടെന്ന് ഒരാശ്വാസം എന്ന പോലെ അമ്മയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അയ്യേ, ഇത്രയും ഒരുങ്ങി കരയാൻ പോവാ? അമ്മ നന്നായിട്ട് സുന്ദരിയായിട്ടുണ്ട്. ഈ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നുള്ളൂ. എന്തൊക്കെയായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നില്ലേ, അതിൽ സന്തോഷിക്ക്. അല്ലാതെ അതും പറഞ്ഞ് കരയുക? അല്ല, അച്ഛനെപ്പോലെ അമ്മയുടെ ഇത്രയ്ക്ക് മനസ്സറിഞ്ഞ ആ വ്യക്തി ആരാ? അതുകൂടി പറയ്, ഞാനൊന്ന് സന്തോഷിപ്പിക്കട്ടെ. അതായത് ഇപ്പം ആ വ്യക്തിയെ കാണും. അപ്പോൾ പിന്നെ അപ്പം പറഞ്ഞാൽ പോരെ? ആ, എന്നാൽ ശരി. ഞാൻ എന്തായാലും ഇന്ന് അമ്മയുടെ കൂടെ അമ്പലത്തിൽ വരുന്നത്. എനിക്ക് പിന്നെ പോകാൻ വേറെ വണ്ടിയുമില്ല. അയ്യോ, എൻ്റെ കൂടെ നീ അമ്പലത്തിൽ വരണ്ട. അതെന്താ? അതെ, ഞാനും അവനും മാത്രം പോകാമെന്നാണ് വിചാരിച്ച്. നീ വന്ന് ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാവണ്ട. മകൻ്റെ കൂടെയാണ് അമ്പലത്തിൽ പോകുന്നതെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് പിന്നെ ഞാൻ സ്വർഗത്തിലെ കട്ടറും പാവാ? അതെ, എനിക്ക് അവന് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനിടയ്ക്ക് നീ വന്നാൽ അതൊരു ഭാരം തന്നെയല്ലേ? ഹലോ, മകൻ തന്നെയല്ലേ, അല്ലാതെ കാമുകനൊന്നും അല്ലല്ലോ. ദേ, അനാവശ്യം പറയരുത്, ഞാൻ നേരത്തെ പറഞ്ഞു നിന്നടുത്ത്. പിന്നെ അമ്മ എന്തായി പറയുന്നത്? അവനും അമ്മയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന്. അതെ,
എന്താ മകനോട് ആർക്കും സംസാരിക്കാനുണ്ടാവില്ലേ? എൻ്റെ അമ്മേ, എൻ്റെ വണ്ടി ശരിയില്ല, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം, അതുകൊണ്ടാ. ഓ, നീ ഒരു ടാക്സിയോ മറ്റോ പിടിച്ച് പോയാൽ പോരെ? അല്ലെങ്കിൽ ഏട്ടനോട് പറഞ്ഞാൽ വണ്ടി അയക്കില്ലേ? അല്ലാതെ എൻ്റെ കൂടെ വരേണ്ട ആവശ്യം എന്താ? അമ്മയും അമ്പലത്തിൽ പോവല്ലേ, എന്നാൽ പിന്നെ ഒരുമിച്ച് പോയാൽ പോരെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ശരി. അതെ, വന്നാൽ മിണ്ടാതിരിക്കണം, എനിക്ക് അവനോട് ഒരുപാട് സംസാരിക്കാനുണ്ട്, മനസ്സിലായല്ലോ? ശരി അമ്മേ, മിണ്ടാതിരുന്നോളാം പോരെ. ആ, നീ പിൻസീറ്റിലിരുന്നോ, മുൻസീറ്റ് കയറി ഇരിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ആ, ശരി, മനസ്സിലായി. അല്ലമ്മേ, ഇത്രയ്ക്ക് അമ്മയ്ക്ക് പറയാനുള്ള വ്യക്തി ആരാന്ന് കൂടി ഒന്ന് പറഞ്ഞാ. ഹാ, എന്തായാലും അവനിപ്പോൾ വരും, അപ്പോൾ കാണാമല്ലോ. നീ എന്നെ ഇത്ര ധൃതി വെക്കുന്നേ? അമ്മ പറഞ്ഞതും കേട്ട് മീനു മുറിയിൽ നിന്നിറങ്ങി. മീനു വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മ ഇപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ തന്നെ തൻ്റെ സൗന്ദര്യം ആസ്വദിച്ച്. ആരായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെയൊരു സാരി ഗിഫ്റ്റ് നൽകിയത്? അതും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ, ഇഷ്ടപ്പെട്ട ഡിസൈൻ. അമ്മയെ ഇത്രയും സന്തോഷിപ്പിക്കുന്ന ആ വ്യക്തി ആര്? അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുവരാൻ പോവാൻ വേണ്ടി അയാൾ വരുമെന്ന് പറഞ്ഞു. മീനു കാത്തിരിക്കുകയാണ് അയാൾ ആരാണെന്നറിയാൻ, അമ്മയുടെ ഹൃദയം ഇത്രത്തോളം സന്തോഷിപ്പിക്കുന്നതിൻ്റെ കാരണമറിയാൻ. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.